Hey guys, welcome to Mad Minds. Mirage Kandu, directed by Jittu Joseph, story by Abarna R. സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത് ശ്രീനിവാസ് അബ്രോളും ജിത്തു ജോസഫും കൂടിയിട്ടാണ്. എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് വിനായക് ആണ്. VFX ചെയ്തിരിക്കുന്നത് ടോണി മാക്ബിത്ത് ആണ്. ഒരു ജിത്തു ജോസഫ് സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഹൈപ്പ് ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ ആഷിഫ് അലിയും അപർണ ബാലമുരളിയുടെ കോംബോ എന്ന് പറയുമ്പോൾ ഹൈപ്പ് ഒന്നും കൂടി കൂടും. പ്രത്യേകിച്ച് അവരുടെ കിഷ്കിന്ദകാന്ത പെയറിങ് ഹിറ്റായതിനു ശേഷം ഭയങ്കര ഹൈപ്പ് കൂടിയിട്ടുണ്ട്. പിന്നെ ജിത്തു ജോസഫ് ഒരു സോളിഡ് ഡയറക്ടറാണ്. അതുകൊണ്ട് ഈ മൂവിക്ക് എല്ലാവർക്കും ഒരു ബിഗ് ഹോപ്പ് ഉണ്ടായിരുന്നു. ആ ഹോപ്പ് കാരണം തന്നെയാണ് ഞാൻ ഈ സിനിമ ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ടത്. ഓക്കെ, സിനിമയെ കുറിച്ച് പറയാം. ഓണസ്റ്റ്ലി ഇതൊരു അപർണ ബാലമുരളി മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ആഷിഫ് അലി ഹീറോ ആണെങ്കിൽ കൂടി അപർണ ബാലമുരളിയുടെ മൂവി പോലെ എനിക്ക് തോന്നിയത്. തുടക്കം തൊട്ട് അവസാനം വരെ അപർണ ബാലമുരളിയുടെ ഫുൾ ഓൺ പെർഫോമൻസ് ആയിരുന്നു. ആഷിഫ് അലി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, പക്ഷേ സ്റ്റോറി അതിനെ സപ്പോർട്ട് ചെയ്യാത്ത പോലെ, സ്റ്റോറിയും സ്ക്രീൻ പ്ലേയും ആഷിഫ് അലിയുടെ റോളിനെ സപ്പോർട്ട് ചെയ്യാത്ത പോലെ തോന്നി. ഒരു പിന്നെ ഒരു അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിഗ് ബോസ് ഫെയിം ഉണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പെർഫോമൻസ് കുറച്ച് ആവറേജ് ആയിട്ടാണ് തോന്നിയത് എനിക്ക്. ഒരു ഡിബേറ്റ് റോൾ ആയതുകൊണ്ടായിരിക്കാം, അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഈ മൂവിന്റെ പോസിറ്റീവ്സ് ആദ്യം പറയാം. അപർണ ബാലമുരളിയുടെ പെർഫോമൻസ് തന്നെയാണ് ഇതിന്റെ മെയിൻ പോസിറ്റീവ്. ആഷിഫ് അലി നന്നായി ചെയ്തിട്ടുണ്ട്, പക്ഷെ കമ്പയറിംഗ് ടു അപർണ ബാലമുരളിസ് റോൾ കുറച്ച് താഴ്ന്ന പോലെ തോന്നി. പിന്നെ ഇതിന്റെ രണ്ടാമത്തെ പോസിറ്റീവ് എന്താന്ന് പറഞ്ഞാൽ VFX ആണ്. ടോണി മാക്ബിത്ത് നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ചില ഷോട്ട്സ് ഒക്കെ നമുക്ക് ഭയങ്കര നോട്ടീസിബിൾ ആയിരുന്നു, നന്നായി ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ നെഗറ്റീവിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ സ്റ്റോറി തന്നെയാണ് ബിഗ്ഗസ്റ്റ് നെഗറ്റീവ്. നെറേഷൻ, സ്ക്രീൻ പ്ലേ ഒക്കെ കുറച്ച് കുറവായിരുന്നു. ചില അൺനെസസറി സീൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് അൺനെസസറി ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. എന്തിനായിരുന്നു ആ സീൻസ്, എന്തിനായിരുന്നു ക്യാരക്ടേഴ്സ് അറിയത്തില്ല. ഒരു ജിത്തു ജോസഫ് സിനിമ എന്ന് പറയുമ്പോൾ ഒരു നാച്ചുറൽ ഫിലിം ആയിട്ടാണ് നമുക്ക് എപ്പോഴും തോന്നുന്നത്. നാച്ചുറൽ ആക്ടിങ്, നാച്ചുറൽ പെർഫോമൻസ് ആണ്. പക്ഷെ ഇവിടെ കുറെ ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നി, കുറച്ച് സ്റ്റേജ്ഡ് ആയിട്ട് തോന്നി കുറെ സീൻസ്. ഒരുപാട് സീൻസ് ഭയങ്കര പ്ലെയിൻ ആയിരുന്നു, ഒരുപാട് റാൻഡം ട്രാവൽ സീൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ എന്തിനാണ്, ഒരു നോ പേർപ്പസ്. പിന്നെ കോയമ്പത്തൂർ സിറ്റീനെ ഒരു ക്രിമിനൽ ഹബ്ബായിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്, ഒരു ഗാങ്സ്റ്റർ ഹബ്ബ് പോലെ. എല്ലാ ആൾക്കാരുടെ അടുത്തും ഗൺസ്. അതൊക്കെ എനിക്ക് ഒന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എന്താ അങ്ങനെയൊക്കെ കാണിച്ച് അറിയത്തില്ല. പിന്നെ എല്ലാ ജിത്തു ജോസഫ് സിനിമ പോലെ തന്നെ ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റ് ഇതിലുണ്ടായിരുന്നു, പക്ഷെ അത് ഭയങ്കര പ്രിഡിക്റ്റബിൾ ആയിരുന്നു. നമ്മൾ എന്താണോ പ്രിഡിക്റ്റ് ചെയ്യുന്നത് അതന്നെയാണ് ത്രൂ ഔട്ട് ദ മൂവി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് അതിലൊരു നോ ട്വിസ്റ്റ്, നോ സസ്പെൻസ്, നത്തിങ്. സോ മൊത്തത്തിൽ അപർണ ബാലമുരളിയുടെ പെർഫോമൻസ് ഒഴിച്ചാൽ ഈ മൂവിയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ട്വിസ്റ്റ് ഇല്ല, ഒരു സസ്പെൻസ് ഇല്ല, ഒന്നുമില്ല. സോ ഇതൊക്കെയാണ് ഈ മൂവിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ്സിൽ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മൂവിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ലാംഗ്വേജസിലുള്ള റിവ്യൂസ് ഞങ്ങളുടെ ഡിഫറെൻറ്റ് ചാനൽസിൽ അവൈലബിൾ ആണ്. ചാനൽസിൻ്റെ ലിങ്ക് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഇതുപോലെയുള്ള റിവ്യൂസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.